അവർ വരും പോകും, ഒന്നുമില്ല. കണ്ട അച്ഛനും പോയില്ലേ? കാറ്റുപിടിക്കാത്ത കരിമ്പന പോലും ആടിയുലഞ്ഞു. പാലക്കാട് നെന്മാറ പോത്തുണ്ടിയെ വിറപ്പിക്കാൻ മാത്രം ക്രൂരതകൾ ഒളിപ്പിച്ചൊരു കുറ്റവാളി അവിടെ രാപ്പാർത്തിരുന്നു. അപസർപ്പക കഥകൾ വിശ്വസിച്ച അന്ധവിശ്വാസത്തിന്റെ ചരടിൽ തളയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ. ചെന്താമര, കേരളം സമീപകാലത്ത് കണ്ട കൊടും ക്രിമിനൽ. 5 വർഷം മുമ്പ് നാട്ടുകാരെ വിറപ്പിച്ച അതേ കുറ്റവാളി. അയൽവാസിയായ സജിതയെന്ന വീട്ടമ്മയെ കൊല്ലാൻ അയാൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കേസിൽ ജാമ്യം കിട്ടിയിറങ്ങിയ കൊടും കുറ്റവാളി 1 മാസം മുമ്പ് വീണ്ടും നാട്ടിലെത്തി. ജീവന് തന്നെ ഭീഷണിയാണ് ചെന്താമരയെന്ന് നാട്ടുകാരും വീട്ടുകാരും പോലീസിനോട് നിരന്തരം പരാതി പറഞ്ഞു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു താമസിച്ച പ്രതിയെ പോലീസ് ഉപദേശിച്ച് തിരിച്ചയച്ചു. 29 വൈകുന്നേരം വന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ താക്കീത് ചെയ്ത് വിട്ടിട്ടുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പ്രദേശവാസികൾ എന്ന് പറഞ്ഞ് അയാൾ വെറും ശല്യക്കാരനാണെന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ അയാളോട് വരണ്ടെന്ന് പറഞ്ഞ് അയാൾ വടക്കഞ്ചേരിയിൽ പിന്നെ തിരുപ്പൂർ അങ്ങനെ മാറി എന്നിട്ട് 2 ദിവസം മുമ്പാണ് വീണ്ടും അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അയാൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനും എൻ്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എൻ്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ല ഞാനും എൻ്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എൻ്റെ അവസ്ഥ. അതാണ് നടക്കണത്. എന്റെ അമ്മയ്ക്ക് അതന്നെയല്ലേ അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. പകയുടെ മൂർച്ച ചെന്താമര രാഗി മിനുക്കി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ബോയൻ കോളനിയിൽ അയാൾ വീണ്ടും ചോരയൊഴുക്കി. വീട്ടിലേക്ക് വരികയായിരുന്നു സജിതയുടെ ഭർത്താവ് സുധാകരനും 75 വയസ്സുകാരിയായ സുധാകരന്റെ അമ്മ ലക്ഷ്മിയും. കൊല്ലാൻ വേണ്ടി മാത്രം വാങ്ങിക്കരുതിയ കൊടുവാൾ കൊണ്ട് മരണമുറപ്പിച്ച് അയാൾ വെട്ടി. അമ്മയെ നഷ്ടപ്പെട്ട അഖിലയും അതുല്യയും അനാഥരായി. അച്ഛനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും പോയി. അച്ഛനെയും കൊന്നു. എന്നിട്ട് ഓരോ റിയാക്ഷനും പോലും പോലീസ് എടുത്തില്ല. ഇച്ചിരിയെങ്കിലും പോലീസ് ഇരട്ടക്കൊലയ്ക്ക് ശേഷം അയാൾ വീട്ടിലേക്ക് പോയി. പരിശോധനയ്ക്കെത്തിയ പോലീസിന് കിട്ടിയത് പാതിയൊഴിഞ്ഞ വിഷക്കുപ്പിയും ആയുധങ്ങളും. പ്രതിയെ തിരഞ്ഞ് പോലീസ് എത്തും മുൻപേ നാട്ടുകാർ ഇറങ്ങി.
നാടിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖല മനഃപ്പാഠമായ പ്രതി ഇത്തവണയും കാട് കയറി. ജലാശയങ്ങളിലും കുറ്റിക്കാടുകളിലും പോലീസ് അരിച്ചുപെറുക്കി. പലയിടങ്ങളിൽ ചെന്താമരയെ കണ്ടെന്ന് കഥ പ്രചരിച്ചു. 2 രാത്രിയും 2 പകലും ചെന്താമരയെന്ന ഭീതി നാടാകെ പരന്നു. ഇവിടെ മല കുറച്ചങ്ങോട്ട് കഴിഞ്ഞ വാഴത്തോട്ടത്തിൽ കടന്നാൽ കാളിനെ കിട്ടില്ല. നമ്മൾ ആ വനമേഖല തിരയുമ്പോൾ ആ വനമേഖലയുടെ സൈഡ് കൂടെയുള്ള വഴിയാണിത്. അപ്പോൾ ആ വനമേഖല തിരയുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് കയറിയാലും ഇങ്ങോട്ട് വരാം. ഇത് ഈ വനം അങ്ങനെ കിടക്കണം, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുന്ന വനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ പിള്ളേരുകളും എല്ലാവരും പണിയടക്കം വിട്ടിട്ട് എല്ലാവരും ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. ഞങ്ങളവിടെ ഗ്രൗണ്ടിൻ്റെ ഇപ്പുറത്ത് വലിയൊരു പറമ്പാണ്, കാടൊക്കെ ആയിട്ട് അങ്ങനെ പറമ്പായിരുന്നു. അവിടെ നിന്ന് ഒരു സാറ് ആളിനെ ഓട്ടിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി, 3 ആൾ ഇറങ്ങി. ഞങ്ങളിൽ ഈ ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നുള്ളൂ. ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ 3 പേര് ആളുടെ ബാക്കിൽ പോയത്. ഒരാൾ ഓടിപ്പോകുന്ന കണ്ടു. ആ, ആളുടെ മുഖം വ്യക്തമാണ്? മുഖം വ്യക്തമല്ല. അയാൾ കനാലിൽ നിന്ന് പാസ് ചെയ്ത് ഇങ്ങോട്ട് കയറി എന്നാണ് പറഞ്ഞത്. ഈ താഴത്തെ കനാലിൽ നിന്ന് പാസ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരുവാണ് പിള്ളേർ പറഞ്ഞത്. പുറകോട്ട് ഓടിയില്ല, ഇതിൽ ഓടി എന്നാണ് പറഞ്ഞത്. ഈ ഭാഗത്തേക്ക് ഓടിയെന്നാ പറഞ്ഞത്. അല്ല, ഇത് അങ്ങോട്ട് മലയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ തൊട്ട് നിറയെ വീടുകളുള്ളതാണ്. ആ അവസ്ഥ തന്നെയല്ലേ ഇനിയും എല്ലാവർക്കും വരുന്നത്. അപ്പൊ അതിന് വരാൻ പാടില്ല. ഇവിടെ പൊതു സ്ഥലത്ത് വെച്ച് കണ്ട ഞങ്ങളും തല്ലിക്കൊല്ലും അയാളുടെ. അതാ ഞങ്ങൾക്ക് വേണ്ടത്. പിള്ളേരെല്ലാവരും ഓടിപ്പോണു, പോലീസുകാരെല്ലാവരും ഓടിപ്പോണു, പിടിക്കാൻ പോണു, അങ്ങനെയുള്ള ഒരു സീനാണ് കണ്ടത്. പുള്ളിക്ക് നമുക്കൊരു വളഞ്ഞ എവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. പിന്നെ എങ്ങനെ പോയി എന്നറിയാം, ഒരു സംശയമാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ ആര് പറഞ്ഞാലും ആരെങ്കിലും കണ്ടാൽ വിടിയല്ല, അത്രയ്ക്ക് എല്ലാവർക്കും ഇവിടേക്കുള്ളവർക്ക് വരികയുള്ളൂ. ആരാണ് അയാളെന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ മണിക്കൂറുകളിൽ തെളിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയ ഭാര്യയെ ചൊല്ലി അയാൾ സുധാകരന്റെ കുടുംബവുമായി കലഹിച്ചു. അയാൾ ഇങ്ങനെ ഓരോരുത്തരും കൊല്ല, അയാളുടെ ഭാര്യ പിണങ്ങി പോയതിന് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ്, ഇങ്ങനെ ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടി 29-ാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലിൽ? ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ജയിലിക്ക്. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിലേക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ഇനി എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ, എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്. ഞാൻ ജല്ലി കൂടെ അയാൾ എൻ്റെ വീട്ടിലേക്ക് നോക്കും. ഇന്നലെ രാവിലെ കാറിച്ച് തുപ്പുകയും 5 മണിക്ക് ഞാൻ എണീച്ചപ്പോൾ തന്നെ എണീറ്റ് പോയി കുളിക്കാൻ പോയിട്ട് വന്നു. പിന്നെ എൻ്റെ മുമ്പ് ഞാൻ ഇന്നലെയാണ് അയാളെ ശരിക്കും കണ്ടത്. ഇന്നലെ എൻ്റെ മുമ്പ് ഞാൻ പാല് വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ മുമ്പാണ് അയാൾ പോയി അവിടെ വീട്ടിൽ പോയി കട തുറന്നിട്ടുള്ള ഭാഗത്ത് ഒരു 3 ബീഡി വാങ്ങിയിട്ട് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ മാറി നിന്നു. അന്ധവിശ്വാസി പറഞ്ഞാൽ അവർ ഭാര്യ മക്കളൊക്കെ എന്താ പറയുക, മക്കൾ മന്ത്രവാദത്തിന് പോയിട്ടാണ് മന്ത്രവാദികൾ. ആ ചേച്ചി ആ സജീനെ കൊല്ലുമ്പോൾ ഇത്രയ്ക്ക് അതിന് മുടി ഉണ്ടായിരുന്നു. അതായിട്ടാണ് ഭാര്യയും മക്കളൊക്കെ ഇയാൾ അകന്നു പോയതെന്ന്. പിന്നെ അവരുടെ കുടുംബം നല്ല ഒരു ഇതായിരുന്നു. ഇതൊക്കെ ഇയാൾ കണ്ട് പിന്നെ അവർ അമ്മായിയായിട്ടൊക്കെ അവർക്ക് ഇത്തിരി ബന്ധമുണ്ട്. അവരൊരു ആൾക്കാരാണ്, ഒരു ജാതി ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. എന്തെന്നും ഇപ്പോൾ വൈരാഗ്യമാണെന്ന് അറിയില്ല. ഇയാൾക്ക് മൊത്തം ആൾക്കാരിനെയൊക്കെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ ബാഗം തൂക്കി പള്ളിയിൽ പോകുമ്പോൾ ആ മന്ത്രവാദത്തിന് പോകണമെന്നാണ് പറയുന്നത്. മുടിനീട്ടി വളർത്തിയ സ്ത്രീകളാണ് അയാളുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മന്ത്രവാദിയുടെ വാക്ക് വിശ്വസിച്ച ക്രിമിനൽ. മരിച്ചതിന് ശേഷമാണ് ഞങ്ങളെ അറിയണത് അയാൾക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസമുണ്ട്. ഓരോ ജോത്സ്യനെ കാണാൻ പോയി നീണ്ട മുടിയുള്ള ആളാണ് ഇത്ര അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ
കോളനിയിൽ അവിടെ ഞങ്ങളുടെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ ഇത്രയും നിറയെ മുടി. അപ്പം അയാൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഒരു മോൾ തന്നെ ഉള്ളൂ. ആ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ. അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോകാൻ കാരണം. മറ്റുള്ളവർ എൻ്റെ ഭാര്യയെയും മകളുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ്. എൻ്റെ കുടുംബ ജീവിതം തകർത്തു എന്നുള്ളതാണ്. ഇപ്പം അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം. അയാളുടെ ആരടുത്തും അയാൾ ഞങ്ങളായിട്ട് വഴക്കിന് പോകും, അയാളായിട്ട് വഴക്കിന് വരും, ഒന്നും ചെയ്യില്ല. ഇയാൾ ഈ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് കരുതി വെച്ച് ചെയ്ത സംഭവമാണ് സാറേ. അന്നത്തെ ആ കൊലപാതകം ആ ചേച്ചിനെ, ഇന്നിപ്പോൾ ആ ചേച്ചിൻ്റെ ഭർത്താവ് അമ്മായിയമ്മയും മരിക്കാനുള്ള കാരണം സംഭവമാണ്. എന്താ വല്ലാത്തൊരു അവസ്ഥയാണ്. അയാളെ കണ്ട ഒരു എന്താ പറയാ എല്ലാവർക്കും പേടിയാണ്. കാണുമ്പോൾ എല്ലാവരും ഒതുങ്ങി പോകും. ആരും ഒന്നും സംസാരിക്കാനോ പിടിക്കാനോ ഒന്നിനും പോകില്ല അയാളുടെ. രക്തബന്ധങ്ങൾ പോലും കൂസാത്ത കൊടും ക്രിമിനൽ. കൊലപാതകത്തിന്റെ തൊട്ട് മുന്നേ ഇവന്റെ ശല്യം കൊണ്ട് ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളും വിളിക്കിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കൊടുവാൾ എടുത്തിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഭാര്യനെ വെട്ടും വന്നിട്ട് ഭീഷണിയൊക്കെ നടത്തിയാണ്. അതുകൊണ്ട് എന്തിനും ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കൊടുവാൾ എടുക്കും. ഞാനെടുത്തെങ്കിലും ഭാര്യ എങ്ങനെ എടുത്ത് കൈവയ്ക്കും. അപ്പോൾ ഈ ചപ്പും ചമ്മലൊക്കെ മാറ്റാനാണ് പറഞ്ഞിട്ട് ഈ കൊടുവാളും കൈവച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാര്യ തന്നെയല്ല ആദ്യം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ലോറിയിലോടുന്നവനാണ്, മാസത്തിലേ വരിക. കൊല്ലാൻ നോക്കിയത് ലോറിയിൽ ഓടിയിട്ട് അപ്പോഴെങ്കിലും പിന്നെ ആ ലോറിപ്പണി വിട്ടിട്ട് ഇവിടെ ഇരുന്നത് കൊണ്ട് പിന്നെ അവന് വരാൻ പറ്റില്ല. അവൻ്റെ സ്വന്തം ഭാര്യ അവന് വെട്ടാൻ പോയപ്പോൾ ഓടിയല്ലോ. അത് ഇവരെ കൂടെ പറഞ്ഞിട്ട് ഓടി വന്നിട്ടാണ് അവനൊരു അന്ധവിശ്വാസം. അതിൻ്റെ ഇതിലാണ് മൈലാത്തി ഒന്ന് 3-4 പെണ്ണുങ്ങളിൽ വട്ടാവർ നടക്കുന്നത്, ഡാൻസ് കെട്ടി കൊല്ലുന്നു പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഭാര്യ ഇപ്പം വെട്ടാൻ പോയപ്പോൾ തട്ടിയിട്ട് ഓടിപ്പോയി മൈലാത്തിൻ്റെ വീട്ടിനുള്ളിൽ കയറി, ആ തോട്ടിലെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്ന് നീ അങ്ങനെ ഉള്ളിൽ കയറ്റി അന്ന് രാത്രി ഇരുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇവനൊരു വൈരാഗ്യം. വലിയ അന്ധവിശ്വാസി പറഞ്ഞാൽ ഏതൊരു പണിക്കാർ പറഞ്ഞാലും ആ വഴിക്ക് പോയി അതിനെ കുറേ തിരിഞ്ഞ് ശരിയല്ലേ വന്നിട്ട് പിന്നെ ഒരു പണിക്കൻ്റെ കാശ് കിട്ടിയ അപ്പോൾ പണിക്കൻ്റെ അടുത്ത് പോകും, ഏതെങ്കിലും ഒരു പണിക്കൻ്റെ അടുത്ത് പോകും. 8 മണിക്ക് കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. കണ്ടത് അപ്പം തന്നെ നമ്മുടെ ഭാര്യ എന്താ ചന്താമര വീട്ടിൽ കാണുന്നു പറഞ്ഞപ്പോൾ എൻ്റെ സെറ്റപ്പ് കാണണ ചോദിച്ചു. ആ പറകിനെ അവിടെ ഇട്ടിട്ട് അവ സെറ്റപ്പ് കാണിച്ചു തന്നു. കൊടുവാൾ വലിയ വീശ് കത്തിയാണ് തുറന്നിട്ടുണ്ട്. അവൻ മുണ്ട് അയച്ചിട്ടിരിക്കുകയാണ്, മുണ്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് വിറക് ഞങ്ങൾ തൊടിയിൽ എടുത്തിട്ട് അവൻ പോകുകയാണ്. അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ്, ഭർത്താവുണ്ട്, വെള്ളം തിരിക്കാൻ വന്നിരിക്കേണ്ട വെള്ളമില്ല അവൻട്ടാണ് എന്ന് പറഞ്ഞു. എന്നെ വെട്ടണം പറഞ്ഞ് നടക്കുകയാണ്. എൻ്റെ സെറ്റപ്പ് കാണണമെന്ന് നിങ്ങൾക്ക് ചോദിച്ചു. ആ വേഗം വടിവാളൊക്കെ കൊടുത്തുക, നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒരു സെറ്റപ്പിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പേടി സ്വപ്നമായിരുന്നു ചന്താമര. മർദ്ദിക്കുമായിരുന്നു. കൈയൊക്കെ 1-2 ഡാമേജ് ആയിട്ടുണ്ട്. കൈ പിടിച്ച് തിരിച്ചിട്ട് പുള്ളിക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല. പുറത്തിറങ്ങിയിട്ട് ഇവരിപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്തും സംസാരിക്കാൻ പാടില്ല. കൂട്ടുകാരികളും ആരാലും അയൽവാസികൾ സംസാരിക്കുമല്ലോ. പുള്ളിക്ക് അത് ഭയങ്കര സംശയമാണ്. ചേച്ചിയോട് ആര് കമ്പനി ഉണ്ടോ അത് അവർക്ക് ഇഷ്ടമല്ല. പുറത്ത് ആരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ പണിക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ളവരുടെ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ചേച്ചിനെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ കുറേയൊക്കെ അവർ സഹിച്ചിരുന്നു. പക്ഷേ ആ സഹി കെട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ വിട്ട്. ഒരു ദിവസം ഇതേപോലെ ചേച്ചിനെ ഇതേപോലെ ചുമരിൽ ചേർത്ത് നിർത്തി കൊടുവാൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അതെടുക്കാൻ കൈ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് കോതറി ഓടിയിട്ട് അടുത്ത വീട്ടിൽ പോയിരുന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന്. അങ്ങനെ ഓടി വന്നതാണ്. അതിന് പിന്നെ പോയിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇതിനെല്ലാം അപ്പുറത്ത് അതിസമർത്ഥനായ കുറ്റവാളി. അയാൾ കഴിഞ്ഞ പ്രാവശ്യം കൊല ചെയ്തിട്ട് ആ തൂനി തന്നെ കടന്നു. ഞാൻ കല്ലെടുത്തിട്ടിട്ടും അയാൾ അനങ്ങിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ തെരച്ചിൽ ഞങ്ങളത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗുഹയിലായിരുന്നു എന്ന് പറയുന്നു. ഗുഹയിലും ഒന്നും അല്ല സാറേ. അയാൾ ഞങ്ങൾ ഇട്ട തൂനിയിൽ കല്ലെട്ടി ഏറ്റിയിട്ട് അവിടെ നിന്ന് അനങ്ങാണ്ട് കടന്ന വ്യക്തിയാണ് അയാൾ. എത്ര നേരം കടന്നു? അങ്ങനെ ഒരുപാട് സമയം കടന്നു. ഞങ്ങൾ 200 പേര് തെരഞ്ഞു. അതിൽ കല്ലേറ്റി എടുത്ത് ചന്താമരൻ്റെ അവൻ കടന്ന സ്ഥലത്തടത്ത് വിട്ടിട്ട് അടക്കം അയാൾ എണിച്ചിട്ടില്ല, കപ്പടച്ച് കടന്നു. പിന്നെ 12 മണി 1 മണിയാകുമ്പോഴാണ് അവൻ്റെ വെച്ചപ്പോഴാണ് എൻ്റെ വീട്ടിൽ പോയത്. സജിതയെ കൊന്ന് ജാമ്യത്തിലിറങ്ങി സെക്യൂരിറ്റി ജോലിക്കാരനായി കോഴിക്കോടും തൃശ്ശൂരുമൊക്കെ ജോലി ചെയ്യുമ്പോഴും സുധാകരന്റെ കുടുംബത്തെ വകവരുത്താൻ അയാൾ തീരുമാനിച്ചിരുന്നു. അയാൾ പോകുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വെച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. അല്ലാതെ എനിക്ക് അയാൾ കൊലപാതകമാണ് എന്താണെന്ന് എനിക്കറിയില്ല. അയാളുടെ സ്വഭാവം പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതൊന്നും നമുക്കറിയില്ല. എന്താ ഒന്ന് പറഞ്ഞ രണ്ടിനെ അയാൾ എന്താ പറയുക, ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ അയാൾ സംസാരം. അതുകൊണ്ട് അധികം സൗഹൃദങ്ങൾ ഞാൻ വയ്ക്കില്ല. എന്താ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇയാൾ ഇവിടെ തന്നെ എനിക്ക് വിളിച്ച് പറയും, ഇന്ന നമ്പർ ഇത്ര നമ്പർ വണ്ടി വരുന്നുണ്ട് എന്ന് ഓഫീസിൽ വിളിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറയും. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായോ?
അത് അയാൾ ഇവിടെ വന്ന ശേഷം എന്നോട് പറഞ്ഞത്, എന്താ കേട്ടാ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാനിങ്ങനെ ഒരു കേസിൽപ്പെട്ട് അങ്ങനെ ജയിലിൽ കിടന്നിട്ട് വന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയൊരു എൻ്റെ വളർച്ചനെ താത്ത അമ്മണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു, തൊട്ട വീട്ടുകാർ ചെയ്തു. അപ്പോൾ അതിലാണ് ഒരാളിനെ ഞാൻ തട്ടിയത്. ഇനി 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ പൂസിയിട്ട് മരിക്കുള്ളൂ വേണ്ട പുള്ളി ഇവിടെ നിന്ന് പോയത്. 2023 ഏതാണ്ട് പകുതി മുതൽ 2024 ഡിസംബർ ആദ്യം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് വലിയ ഒരു പെട്ടെന്ന് സ്റ്റോക്കിന് കംപ്ലൈൻ്റായി ട്രീറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. ഇവിടെ സെക്യൂരിറ്റി, അതായത് വരുന്ന വണ്ടികളുടെ ഡീറ്റെയിൽ എടുക്കുക, ഗേറ്റ് പാസും മറ്റും രീതിയിൽ കളക്ട് ചെയ്ത് വയ്ക്കുക, അത് കൃത്യമായി വൈകുന്നേരം ഞങ്ങളെ ബോധിപ്പിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. വർക്കിൻ്റെ കാര്യത്തിൽ വീഴ്ച വരികയോ മറ്റൊന്നും ചെയ്യില്ല. പൊതുവെ ഒരു സൈലൻ്റ് ആയിരുന്നു ആൾ. പിന്നെ ഇങ്ങനെ ശിരസ് ഉയർത്തി നടക്കുകയാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര ഗൗരവമായിരുന്നു. പിന്നെ മറ്റൊന്ന് ഒരു സ്ത്രീ വിരോധിയായിട്ടാണ് സംസാരത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭാര്യയായിട്ടും മകളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ കൂടി എന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി ആ ഒരു അങ്ങനെ ഒരു വിഷമം കൊണ്ടാണ് പുള്ളി ഇങ്ങനെ പെരുമാറുന്നു വിചാരിച്ച് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുമില്ല, ഉപദേശിക്കാനും നിന്നിട്ടില്ല. അങ്ങനെയാണ് സത്യം. ജില്ലയും സംസ്ഥാനവും കടന്നുള്ള തിരച്ചിലിനൊടുവിൽ പോലീസ് ഒന്നുറപ്പിച്ചു, ചെന്താമര നാടുവിട്ടിട്ടില്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ജീപ്പുകളുടെ പാച്ചിലുമെല്ലാം കാടിനുള്ളിലിരുന്ന് അയാൾ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി അയാളിലെ വിശപ്പ് പോലീസിന് വഴികാട്ടി. മറ്റൊരു സ്ഥലത്ത് നാട്ടുകാർ തിരയുന്നതിനിടെ അർദ്ധരാത്രിയോടെ നെന്മാറ സ്റ്റേഷനിലേക്ക് ചെന്താമരയെ എത്തിച്ചു. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. അയാളുടെ വീട്ടിനടുത്തേക്ക് അയാൾ വരുമെന്ന് അറിയാം. അയാൾക്ക് വിശപ്പ് സഹിക്കില്ല, ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അവിടെ പോലീസുകാർ പിടിച്ചത്. അവിടെ സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടായിരുന്നു, CD പാർട്ടി പിടിച്ചതായിരുന്നു. അത് അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിടിച്ചതാണ്. അല്ല, അയാളുടെ വീട്ടിലേക്ക് കീഴടങ്ങിയതല്ല, അനിയ ഞങ്ങൾ പിടിച്ചതാണ്. അയാൾ വരുന്ന വഴിക്ക് 3 ദിവസമായി 2 ദിവസമായി ഞങ്ങൾ അവിടെ കാവലിലാണ്. ഇയാളുടെ വീടിന്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രോം ദ പാഡി ലാൻഡ് ആ സ്ഥലത്തിൽ തന്നെ നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ്, പക്ഷേ അതെല്ലാം പ്രിലിമിനറിയാണ്. ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് ഫെൻസിങ് ആണ് അവിടെ, അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മഴ ഭാഗത്തേക്കാണ് ഇയാൾ പോയത്. ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇയാൾ താഴത്താണ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചത്. ഇയാൾക്ക് നിങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാം ഇപ്പോൾ പോകുന്നത്. മുഖത്ത് കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത ക്രൂരനായ വയോധികൻ. നാട്ടുകാരുടെ കയ്യിൽ ചെന്താമരയെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കണ്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒത്തുകൂടിയ ആൾക്കൂട്ടം ആക്രോശിച്ചു. അതുവരെ തിരച്ചിലിനൊപ്പമുണ്ടായിരുന്ന നാട്ടുകാരെ പോലീസ് തല്ലിയോടിച്ചു. പ്രതിയെ സ്റ്റേഷൻ മാറ്റി. ഒരു കൂസലുമില്ലാതെ ചെന്താമര പോലീസ് സ്റ്റേഷനിൽ ഉണ്ടുറങ്ങി.
അയൽക്കാർ മന്ത്രവാദം ചെയ്തതുകൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയതെന്ന് വിശ്വസിച്ചായിരുന്നു അരും കൊലകളെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു. രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ്. ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത്. ബിലീവ് ഇസ് ദാറ്റ് ഹിസ് വൈഫ് ഹാസ് ലെഫ്റ്റ് ഹിം ബിക്കോസ് ഓഫ് ദ അതർ ഫാമിലി. ആ ഒരു എൻമിറ്റിൻ്റെ ആംഗിളാണ് ഇയാൾക്ക് ഉള്ളത്. മറ്റേ കുടുംബമാണ് ഈ ആസ്ട്രോളജർ പിന്നെ മന്ത്രവാദികൾക്ക് കണ്ടിട്ട് അവന്മാരുടെ സഹായം എടുത്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ആണ് ഇയാൾക്ക് ഒഴിവാക്കിയിട്ട് പോയത്. ദാറ്റ് ഈസ് ഹിസ് ബിലീഫ്. സോ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്തു. പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിലെല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. ഇനി അതർ ഇൻവോൾവ്മെന്റ് അങ്ങനെ ഇതുവരെ മനസ്സിലായില്ല. ചെയ്തു കൂട്ടിയ ക്രൂരതയിൽ സന്തോഷവാൻ, തീരാത്ത പകയും സംശയരോഗവും. ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. ആ ഫീലിംഗ് കൂടിയാണ്. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല. ഒരു എന്താ പറയുക, ഒരു റിപ്പെൻറ്റ് പോലെ അയാൾക്കില്ല. ഗിൽറ്റ് ഫീലിംഗ് അങ്ങനെയല്ല, ഒരു സന്തോഷം പോലെ തന്നെയാണ്. അയാൾ സ്വയം വിശ്വസിക്കുകയാണ്, ഞാനൊരു കടുവയാണ്, നരഭോജിയായ കടുവ. ആ കടുവ ഇനിയും പുറത്തിറങ്ങുമോ? പോത്തുണ്ടിക്കാർ അന്യോന്യം ചോദിക്കുകയാണ്.